ഹായ് ഫ്രണ്ട്സ്, ആദ്യസ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ. അപ്പം ഞാനും എൻ്റെ സാറും കൂടെ ഇങ്ങനെ ആദ്യം ചാത്തന്നൂരത്തേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം സാറിന് നമുക്ക് അവിടെ ഒരു ഡെൻ്റൽ ക്ലിനിക്ക് ഉണ്ട്. അപ്പം അവിടെ ഒന്ന് കാണിക്കണം. പല്ലിൻ്റെ ക്ലിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇച്ചിരി കുറച്ച് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ചാത്തന്നൂരുള്ള പോളി ക്ലിനിക്ക് പറയുന്ന ഒരു ക്ലിനിക്കിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇത് കണ്ണിൻ്റെ മാത്രമുള്ളൊരു ഹോസ്പിറ്റൽ എന്നാണ്. കാരണം എനിക്ക് അങ്ങനെ അറിയത്തുള്ളായിരുന്നു കേട്ടോ. അപ്പം സാറാണ് പറഞ്ഞത് അവിടെ ഡെൻ്റലും ENT എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഇത് വർഷങ്ങളായിട്ട് ചാത്തന്നൂരുള്ള ഒരു മെയിൻ ഹോസ്പിറ്റലാണ്. അപ്പം അവരുടെ ഇപ്പം NHലായിരുന്നു അവരുടെ ഹോസ്പിറ്റൽ. അപ്പം NHൻ്റെ വിപുലീകരണം ആയതൊക്കെ കൊണ്ട് ഇത് ഇച്ചിരി ഉള്ളിലോട്ടാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ വന്നു. സാറിൻ്റെ പേരിൽ ഞങ്ങൾ കാർഡൊക്കെ എടുത്തു, ഫയലൊക്കെ എടുത്തു. ഞങ്ങൾ ഡോക്ടറെ കണ്ടു കേട്ടോ. അപ്പം അവിടെ നിന്ന് മരുന്നും സംഭവങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ ചാത്തന്നൂരേക്ക് പോയി. അപ്പോൾ ഇനി ഞങ്ങൾ ആദ്യം വിചാരിച്ചു പാരിപ്പള്ളിയിലേക്ക് പോയി ഞങ്ങൾക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കണമായിരുന്നു കേട്ടോ. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ കീർത്തനയുടെയും ശരത്തിൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ. അപ്പം അതിനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾക്ക് ഒരു ഡ്രസ്സ് എടുക്കണമായിരുന്നു. അപ്പം ആദ്യം ഞങ്ങൾ പാരിപ്പള്ളി പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പാരിപ്പള്ളി വരെ വന്നപ്പോൾ പിന്നെ സാറ് പറഞ്ഞു നമുക്ക് ആറ്റിങ്ങൽ വരെ പോയി, നമുക്ക് രാമേന്ദ്രൻസ് ഉണ്ട് ആറ്റിങ്ങൽ, അപ്പം നമുക്ക് അവിടെ ഒന്ന് കയറി നോക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അപ്പോൾ വൈകുന്നേരം ഞങ്ങളിങ്ങനെ ഇതൊരു ട്രിപ്പാക്കി മാറ്റി കേട്ടോ. പക്ഷേ സാറിനൊന്നും കഴിക്കാനും കുടിക്കാനൊന്നും ഒക്കത്തില്ല. കാരണം വായിൽ ക്ലിപ്പിട്ട് വെച്ചേക്കാണ് കേട്ടോ. അതൊരു പഞ്ഞിയും മരുന്നും ഒക്കെ ആയിട്ട് സാറിന് വാ തുറക്കരുതെന്ന് പറഞ്ഞേക്കാണ് 1 മണിക്കൂർ കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങളുടെ സ്ഥിരം ചായയൊന്നും അന്നില്ലായിരുന്നു. ഞങ്ങളിങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പം പാരിപ്പള്ളിയാണ് കേട്ടോ. ഇതിപ്പോൾ കണ്ടാൽ പാരിപ്പള്ളിയാണെന്നും പറയത്തില്ല, ഏതോ യുദ്ധക്കളമാണെന്നൊക്കെ പറയത്തുള്ളൂ. എല്ലാം ഇളക്കി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. നാഷണൽ ഹൈവേയുടെ ആ ഒരു ഫ്ലൈ ഓവറിൻ്റെ പണിയാണ് കേട്ടോ അവിടെ നടക്കുന്നത്. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ അങ്ങ് സന്ധ്യയായി, പിന്നെ അത് രാത്രിയായി. അപ്പം ഇപ്പം ഏകദേശം ഒക്കെ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ബ്ലോക്കായിരുന്നു. കാരണം ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ അടുത്തിരിക്കുന്നത് കൊണ്ട് നല്ല തിരക്കാണ് കേട്ടോ കടകളിലൊക്കെ. അങ്ങനെ ഞങ്ങൾ ആറ്റിങ്ങലുള്ള രാമേന്ദ്രൻസിലെത്തി. അപ്പം ഇത് നമുക്ക് റോഡ് സൈഡിൽ തന്നെയാണ്, നമുക്ക് വരാനും പോകാനും ഒന്നും യാതൊരു പാടുമില്ല. അങ്ങനെ ഞങ്ങൾ രാമേന്ദ്രൻസിലോട്ട് കയറുകയാണ്. അപ്പം നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ കീർത്തനയ്ക്കൊരു ടോപ്പാണ്, ശരത്തിനൊരു ഷർട്ടാണ് കേട്ടോ. അപ്പം അതൊന്ന് തപ്പി നോക്കാമെന്ന് കരുതി കേട്ടോ. അപ്പം കുറച്ചധികം നല്ല സെലക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു, പല ടൈപ്പൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ കൊട്ടിയം അതല്ല പാരിപ്പള്ളി അങ്ങനത്തെ സൈഡിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് പോകുമ്പോൾ കാണുന്നതിലും വെറൈറ്റി ആയിട്ട് കുറേ സംഭവങ്ങൾ നമുക്കവിടെ കാണാനായിട്ട് സാധിച്ചു കിട്ടുന്നത്. രസമുണ്ടായിരുന്നു. പണ്ടൊക്കെ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഒക്കേഷനൊക്കെ വരുന്ന സമയത്ത് നമ്മൾ നല്ല പാവാടയുടെയോ അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ചുരിദാറിൻ്റെയൊക്കെ തുണികളെല്ലാം തപ്പി എടുത്ത് അത് തയ്പ്പിച്ച് അതൊക്കെ ഒരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നമുക്ക് പോയി പെട്ടെന്നാണ് നമ്മൾ ഓരോന്നും തലേന്ന് ഒക്കെയാണ് പോയി മേടിക്കുന്നത്. പക്ഷേ നമുക്ക് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ പൈസയ്ക്ക് നല്ല ലാഭമുണ്ട്. പക്ഷേ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാറില്ല, നമ്മളുടെ ഷേപ്പിനും ഒന്നും നമുക്ക് അനുയോജ്യമായിട്ട് കിട്ടാറില്ല. പിന്നെ അത് നമുക്ക് സത്യത്തിൽ ഷേപ്പൊക്കെ ചെയ്തിട്ടാലേ ഒരു ഭംഗി കിട്ടാറുള്ളൂ. കീർത്തന നിരഞ്ജനയൊക്കെ ആണെങ്കിൽ ആ കൊണ്ടു കൊടുക്കുന്ന കണക്ക് തന്നെ അങ്ങ് ഇടും, ഷേപ്പൊന്നും ചെയ്യാനായിട്ടൊന്നും നോക്കാറില്ല കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ ടോപ്പ് ജസ്റ്റൊക്കെ ഒന്ന് കണ്ടു വെച്ചതിന് ശേഷം നമ്മളങ്ങ് ഷർട്ടിൻ്റെ സെക്ഷനിലേക്ക് പോയി. അപ്പം ശരത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ കളറുകളും ഉണ്ട്, ഇല്ലാത്ത കളറൊന്നുമില്ല. അപ്പം ഏത് കളർ വാങ്ങിച്ചാലും അതിൻ്റെ ഒരു 3-4 ടൈപ്പൊക്കെ കാണും. അപ്പം വളരെ സൂക്ഷിച്ചും കണ്ടുമൊക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പം ഇടയ്ക്ക് ഞങ്ങൾക്ക് കളറൊക്കെ എഴുതി തന്നു, ആരെങ്കിലും വാങ്ങിക്കുന്നെങ്കിൽ ഇന്ന കളർ തന്നെ, ഇത്രയും കളർ എനിക്കില്ല എന്നൊക്കെ ഒരു ദിവസം പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ ഞാൻ മറന്നുപോയി. അപ്പം എന്ത് കളർ വേണമെന്നിങ്ങനെ ആലോചിച്ചിട്ട് ഞങ്ങൾ പല കളറുകളും കയ്യിലോട്ടൊക്കെ വന്നു. പക്ഷേ ഞങ്ങളിതാ ഈ ഒരു കരിനീല കളറാണ് കേട്ടോ ഞങ്ങൾ സെലക്ട് ചെയ്തത്. ഇതാ ഈ ഒരു വരയൊക്കെ ഉള്ളൊരു കരിനീല കളർ. പക്ഷെ അത് കൊള്ളായിരുന്നു കേട്ടോ. അപ്പം അതൊന്ന് സെലക്ട് ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ ഒന്നും കൂടെ ഒക്കെ ഒന്ന് തപ്പിയിട്ടാ. അപ്പം അതിലും നല്ലത് കിട്ടുമോ എന്നൊക്കെ അറിയാനായിട്ട് തപ്പിയിട്ടാ. അപ്പം ശരത്തിന് പൊതുവേ ഡാർക്ക് കളറൊക്കെയാണ് ഇഷ്ടം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും കൂടെ ഒക്കെ തപ്പിയതിന് ശേഷവും ഞങ്ങൾക്ക് വേറൊന്നും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ആ നീല തന്നെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പം ബാക്കിയുള്ള എല്ലാം ഒരു ഡിസൈനൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങ് പുള്ളി ഭയങ്കര പൂക്കൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പോലെയൊക്കെ കേട്ടോ. ശരത്തിന് അതൊക്കെ ഇഷ്ടമായിരിക്കും, പക്ഷെ ഞങ്ങൾ ആ ഒരു നീലയാണ് കേട്ടോ എടുത്തത്. അപ്പം ഷർട്ട് എടുത്തിട്ട് വന്നിട്ട് ഞങ്ങൾ കീർത്തനയുടെ ടോപ്പും കൂടെ സെലക്ട് ചെയ്തത്. അപ്പം കീർത്തനയ്ക്ക് ഇതാ ഈ ഒരു ടോപ്പാണ് ഏറ്റവും എടുത്തത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പാണ് എടുത്തത്. അപ്പം പ്രൈസും ഒക്കെ അഫോർഡബിൾ ആയിരുന്നു കേട്ടോ. നമുക്ക് ഭയങ്കര പ്രൈസൊന്നും പറയാൻ പറ്റത്തില്ല, കൊള്ളായിരുന്നു കേട്ടോ.
കീർത്തനയ്ക്ക് സത്യത്തിൽ നമ്മുടെ തൂത്തുക്കുടിയിൽ ഒന്ന് കറങ്ങാനും അതല്ല ചാത്തന്നൂരിൽ തൂത്തുക്കുടിയിലൊന്ന് പോകാനും ഒക്കെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ ടോപ്പ് ഉപയോഗിക്കുന്നത്. കോളേജിൽ സാരി തന്നെയാണ്, മസ്റ്റാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡ്രസ്സുകളെല്ലാം ടോപ്പുകളെല്ലാം വളരെ കുറവാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അത് രണ്ടുമാണ് ബില്ലിട്ടത്. അത് സെലക്ട് ചെയ്തതിന് ശേഷം സാറ് ഒന്നും കൂടെയൊക്കെ ഒന്ന് തപ്പി കേട്ടോ, കുറച്ചും കൂടെ നല്ലത് കിട്ടുമോ എന്ന് അറിയാനായിരിക്കും. പിന്നെ നമ്മളിത് തന്നെയാണ് കേട്ടോ ബില്ലിട്ട് വാങ്ങിയത്. അപ്പം അതിന് ശേഷം ഞങ്ങൾ മുകളിലേക്ക് പോയി കേട്ടോ. അപ്പോൾ അവിടെയാണ് ചെരുപ്പുകളുടെ സെക്ഷൻ. അപ്പം എനിക്കൊരു ചെരുപ്പ് മേടിക്കണമായിരുന്നു. അപ്പം എൻ്റെ ചെരുപ്പിൻ്റെ കഥയും ഭീകരമാണ് കേട്ടോ. അപ്പം എൻ്റെ കാലിൻ്റെ അളവ് 10ആണ്, ഏറ്റവും വലിയ അളവാണ് കേട്ടോ. അപ്പം ആ അളവിൽ നല്ല ലേഡീസ് ചെരുപ്പ് കിട്ടുക ഭയങ്കര പാടാണ്, കിട്ടത്തില്ലെന്ന് തന്നെ പറയാം കേട്ടോ. അപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ബൂട്ട്സ് ആൻഡ് ബൂട്ട്സിൻ്റെ കെട്ട് ചെരുപ്പാണ് കേട്ടോ. ഇച്ചിരി അതൊരു ജെൻസിൻ്റെ മോഡൽ ലേഡീസ് ചെരുപ്പാണ് കേട്ടോ. പക്ഷേ എനിക്കത് ഭയങ്കര കംഫർട്ടാണ് കേട്ടോ. എൻ്റെ കാലിനൊക്കെ വേദനയൊക്കെ വരുമ്പോൾ ഇത് നല്ല അമുങ്ങി കിടക്കുന്ന സമയത്ത് നമുക്ക് നല്ല കംഫർട്ടായിട്ടാണ് കേട്ടോ തോന്നുന്നത്. അപ്പം അത് കിട്ടുന്നെങ്കിൽ മിക്കവാറും ഒക്കെ ഞാൻ അത് തന്നെയാണ് കേട്ടോ മേടിക്കുന്നത്. അങ്ങനെ ഒക്കെ കിട്ടുമെന്നൊക്കെ അറിയാൻ വേണ്ടിയൊക്കെ പോയതാണ്. പക്ഷേ എല്ലാം ഭയങ്കര മോഡൽ ചെരുപ്പുകളൊക്കെ ആയിരുന്നു കേട്ടോ. ചെരുപ്പിനൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ. 280, 300 കേട്ടോ സ്റ്റാർട്ടിങ് മിക്ക ചെരുപ്പുകളും. വളരെ ലോക്കലെന്ന് തോന്നുന്ന ചെരുപ്പുകളും. അപ്പോൾ എന്തായാലും എനിക്കൊരു ചെരുപ്പ് മേടിച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഈവനിങ് വ്ലോഗ് ഇവിടം വരെ ഉള്ളൂ കേട്ടോ. പക്ഷേ കീർത്തനയുടെയും ശരത്തിൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിയുടെ ആ ഒരു ചെറിയ ഫംഗ്ഷൻ്റെ കേക്ക് കട്ടിങ് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം അതിനകത്ത് ഞങ്ങൾ ഗിഫ്റ്റായിട്ട് കൊടുത്ത ഉടുപ്പാണ് കേട്ടോ അവർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ഷർട്ടും ആ ഒരു ടോപ്പ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അപ്പം വീഡിയോ ഇവിടം വരെ ഉള്ളൂ. വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.